നമസ്കാരം. കാലാകാലങ്ങളായി കാസർഗോഡ് ജില്ലയിലെ CPM ഭരിക്കുന്ന കൊടക്കാട് ബാങ്കിന്റെ വിനോദയാത്രയുടെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നത്. ബാങ്ക് ഒരുക്കുന്ന വിനോദയാത്രയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെട്ടതാണ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. എല്ലാ പ്രാവശ്യവും കൊടക്കാട് ബാങ്കിൽ നിന്നും വിനോദയാത്ര പോകാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നത്. പഴനിയും മധുരയും രാമേശ്വരവും ധനുഷ്കോടിയും ഒപ്പം CPM പാർട്ടി കോൺഗ്രസും ഉൾപ്പെടുത്തിയാണ് ഈ പ്രാവശ്യത്തെ വിനോദയാത്ര. CPM 24 പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്നതിനാലാണ് തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയത്. ഏപ്രിൽ 1 വിനോദയാത്രയെ ആരംഭിച്ച് 7 അവസാനിക്കുന്ന രീതിയിലാണ് വിനോദയാത്ര ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ടൂറിന് പോകാൻ താല്പര്യമുള്ളവർ 2000 മുൻകൂറായി നൽകണം. 4000 രൂപയാണ് ഒരാൾക്ക് ചെലവ് വരുന്നത്. എന്നാൽ പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ചർച്ചയ്ക്കും ചൂടേറി. ജാതിയില്ല, ദൈവമില്ല, മതമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന സഖാക്കൾ ഇപ്പോൾ ഭക്തി നിർഭരമായ മാർഗത്തിലേക്കാണ് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയരുന്നത്. അതേസമയം ജനങ്ങൾക്ക് CPM പാർട്ടി കോൺഗ്രസ് കാണാനുള്ള അവസരമൊരുക്കുക മാത്രമാണ് ചെയ്തതെന്ന് സംഘാടകർ പറഞ്ഞു. കൊടക്കാട് ബാങ്ക് ഒരുക്കുന്ന ടൂറിന് വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് രമേശൻ ETV ഭാരതിനോട് പറഞ്ഞു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ ടൂറിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നിരവധി വിനോദയാത്രകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ യാത്രയ്ക്ക് 30 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ പോകാൻ സാധാരണക്കാർ പ്രത്യേക വാഹനങ്ങൾ ബുക്ക് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ പാക്കേജ് വഴി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. 2 ബസ്സുകളിലാണ് യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ആളുകളുടെ താല്പര്യം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ വിനോദയാത്രകൾക്ക് ചെലവ് വർദ്ധിക്കുന്നതിനാൽ പണമില്ലാത്തവർക്ക് EMI സൗകര്യം ഏർപ്പെടുത്തുന്നത് ആലോചിക്കുന്നുണ്ടെന്നും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നും കൊടക്കാട് വൈസ് പ്രസിഡന്റ് രമേശൻ കൂട്ടിച്ചേർത്തു. അതേസമയം CPM പാർട്ടി കോൺഗ്രസിന് ആളെ കൂട്ടാനാണ് ഈ വിനോദയാത്ര എന്ന തരത്തിൽ എതിർ പാർട്ടിക്കാരുടെ പരിഹാസവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാനില്ലെന്നാണ് ബാങ്കിന്റെ നിലപാട്. വളം ഡിപ്പോ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ഡിപ്പോ, സിമന്റ്, ഓഡിറ്റോറിയം എന്നിവയും ഈ ബാങ്കിന് കീഴിലുണ്ട്.